ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാമിസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മൾ ഫാമിലിയായിട്ട് നല്ല വൈബ് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി ഫോട്ടോഗ്രാഫി സ്പോട്ടാണ്. വേറെ ഇവിടെ നമ്മുടെ വയനാട് മാനവാടിയുള്ള ഒരു അടിപൊളി ഫോട്ടോഗ്രാഫി സ്പോട്ടാണ്. കോമാച്ചി പാർക്കിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കോമാച്ചി പാർക്കിൻ്റെ വിശേഷങ്ങളാക്കി വീട്ടിലുണ്ടാവും. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഒരുപാട് മലകളും പിന്നെ അതുമാത്രമല്ല ഇവിടെ നല്ല അടിപൊളി ഒരു ശാന്തമായ സൈലൻറ്റ് പ്ലേസ് തന്നെ കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് കിളികളുടെ സൗണ്ടും ഒരുപാട് ഇലകളൊക്കെ ഇളകണ സൗണ്ട് ഒരുപാട് നല്ല രസമാണ് കേട്ടോ. നമ്മളിവിടെ രാവിലെ വരുമ്പോൾ ഇനി നമ്മളിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മോർണിംഗിലൊക്കെ ഇവിടെ വരണം. ഒരിക്കലും നമ്മൾ വൈകുന്നേരം ഈവനിങ് ഓർ ആഫ്റ്റർനൂൺ ആ സമയത്ത് നമ്മൾ വരരുത്. അപ്പോൾ വന്ന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒന്നിനും സമയം ഉണ്ടാവില്ല. നമുക്ക് പോകണമെന്നുള്ള ചിന്ത മാത്രം. അതുമാത്രമല്ല ഇവിടെ റൂം വരെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ റൂം, പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി കിഡ്സ് പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഗ്യാൻ വീല്, അങ്ങനത്തെ പല പല റൈഡ്സും ഇവിടെ അവൈലബിൾ ആണ്. കുഞ്ഞു മക്കൾക്ക് പറ്റിയ എയറോപ്ലെയിൻ റൈഡ്, അങ്ങനത്തെ പല വെറൈറ്റീസ് ഓഫ് റൈഡ്സ് വരെ ഇവിടെ അവൈലബിൾ ആട്ടോ. നിങ്ങൾ ഫാമിലി ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ വല്ല പ്ലാൻ ഇട്ടെങ്കിൽ ഒന്നും നോക്കണ്ടേ, കോമച്ചി പാർക്കിലേക്ക് പോകുന്നവഴി അടിപൊളി വൈബാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും മൊത്തമായിട്ട് എക്സ്പീരിയൻസ്. ഗൈസ്, ഇതൊരു ട്രെയിൻ ആട്ടോ. ഈ ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് അതിനെക്കാട്ടി ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു ട്രെയിൻ. ഇത് ചിലതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ സോറി. ഗൈസ്, ഇവിടെ ഒരുപാട് പ്ലാൻസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി സ്പോട്ട്. പെട്ടെന്ന് സ്ഥലത്തെത്തി, വേറെ എവിടെയല്ല, വേറൊരു സ്ഥലം. 200 വർഷം പഴക്കമുള്ള ആൻഷ്യൻ കളക്ഷൻ ഓഫ് ആൻഷ്യൻ ക്യാമറാസ് ഉള്ള ഒരു അടിപൊളി കിടക്കാച്ചിക്കുന്ന സ്ഥലം. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ആർക്കാണെങ്കിലും അത്ര ഇഷ്ടപ്പെടും. ഒരുപാട് 200 വർഷം പഴക്കമുള്ള ക്യാമറകളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഗൈസ്, അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ആൻഷ്യൻ ക്യാമറാസ് കാണാൻ നമ്മൾ വേറെ എവിടെയും പോകണ്ട. ഇവിടെ വയനാട്ടിൽ വന്നാൽ തന്നെ നമുക്ക് ഫുള്ളായിട്ടുള്ള 200 വർഷം പഴക്കമുള്ള പല സ്റ്റേജിലും വന്ന ഒരുപാട് ക്യാമറാസും ആ ക്യാമറൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്കത് മാത്രം നല്ല നോളേജ് ഇവിടെ നിന്ന് കിട്ടും, നല്ല ക്യാമറൻ്റെ നോളേജ് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ ഗൈസ്? ഇവിടെ ആണെങ്കിലോ എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല. ഞാൻ കുറേ ഇങ്ങനെ ചുറ്റി കളിച്ചു ഗൈസ്. ഒരുപാട് മരത്തിനോടുണ്ടാക്കി, എനിക്കറിയില്ല, അതുകൊണ്ട് മരത്തിനോണ്ടാക്കി കണ്ടിട്ട് ഒരു മരത്തിൻ്റെ ഒരു ഷേഡ് കണ്ടിട്ട് മരത്തിനോടുണ്ടാക്കിയ പോലെ ഉണ്ട്. അത് ഒരുപാട് ക്യാമറ ഉണ്ട്, ഞാൻ ഇനി കുറേ തൊട്ട് കളിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൈമേൽ എടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാട്ടോ. ഇതൊരു വേറെ സ്പോട്ടാട്ടോ. ഇത് വേറെ എവിടെയല്ല, നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇതൊരു ലാഡറാട്ടോ. ഈ ഒരു ലാഡർ കയറിയ അവിടെ ഒരു ബാൽക്കണി, ബാൽക്കണി പോലത്തെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവമുണ്ട്. അവിടുന്ന് നമ്മൾ ഒരു വിൻഡോ ഉണ്ട്, അവിടെ നിന്ന് നോക്കിയാൽ ഗൈസ് നമുക്ക് മല മൊത്തമല്ല അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും അവിടെ നിന്ന് നോക്കിയാൽ. ഗൈസ്, ഈ ഒരു വ്യൂ ഒക്കെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി നിങ്ങൾ കോമാച്ചി പാർക്ക് തന്നെ വരണം. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഒരുപാട് നേരം ഗൈസ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. പിന്നെ ഇവിടെ കുറേ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇന്നിങ്ങനെ നോക്കാനും നല്ല രസമുള്ള ഒരു അടിപൊളി വൈബ്. അതുമാത്രമല്ല അപ്പോഴത്തെ ഇവിടെ നിന്നൊക്കെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. കുറേ നേരം ഞാനിവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് സമയമില്ല ഗൈസ്. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലം കിളിക്കൂടിലാണ് ഗൈസ്. പെട്ടെന്ന് കിളിക്കൂടിലെത്തി. ഇത് ഇവിടുത്തെ ഒരു മീൻകൂളാട്ടോ. നമ്മുടെ കിളിക്കൂടിൻ്റെ ഉള്ളിൽ കയറിയത് ഗൈസ്. ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഗൈസ് ഒരു കിളിയുണ്ട്, ഒരു കോഴി ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കിളിക്കൂട്, നല്ല രസമുണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മൾ മൈസൂർ വരെയൊക്കെ നമ്മൾ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ ഒന്നും പോകണ്ട, അവിടെ വയനാട് തന്നെ വന്നാൽ മതി. ഈ കിളിക്കൂടെല്ലാം കാണാം, നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ കിളികളൊക്കെ നമ്മുടെ കൈമേലും കാലുമേലൊക്കെ നല്ല ലവ് ബേർഡ്സൊക്കെ കുറേ എണ്ണം ഉണ്ട്. നമ്മുടെ കൈമേലും കാൽമേലും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
പല പല വെറൈറ്റീസ് ഓഫ് കിളികളുണ്ട് ഇവിടെ. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഒരു മുയലാട്ടോ ഞാൻ ഇപ്പോൾ സൂം ചെയ്തത്. ഇത് വേറെ ഏതൊരു കിളിയാണ്, എനിക്കറിയില്ല, പേരൊന്നും എനിക്കറിയില്ല. ബട്ട് കുറേ വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു ചെറിയ കുഞ്ഞു ബേർഡ്, ഒരു അടിപൊളി ബേർഡാണ്. എനിക്ക് ആഗ്രഹമുള്ള ബേർഡിന് മാത്രം ഞാൻ കണ്ടില്ല. യെസ് അത് ഗൈസ്, കുറേ ബേർഡ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ ചെടീൻ്റെ ഉള്ളിലും എല്ലാം ഉണ്ട്. ഞാനാണ് നടന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അതൊന്നുമല്ല, എനിക്ക് ഞാൻ നടന്ന് വീഡിയോ എടുക്കായിരുന്നു. ഫിഷ് പോണ്ടിലാണെങ്കിലും ഫിഷസ് ഉണ്ട്, 2-3 കുറേ ഫിഷസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു 2-3 ഉള്ളൂന്ന്. നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് കുറേ ഫിഷസ് ഉണ്ട്. അവിടെ എവിടെയൊക്കെ ചുറ്റി കാണാൻ നല്ല രസമാട്ടോ. ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ സമയം പോകണം നമ്മൾ തന്നെ അറിയില്ല, അത്രയ്ക്ക് രസമാണ് ഇവിടെ. നല്ല വൈബാണ് ഗൈസ്. ഈ ഒരു പിക്ചർ ഞാൻ കുറേ നോക്കി എടുത്തതാണ്. ഞാൻ കുറേ വട്ടം ഗൈസ് എടുക്കാൻ നോക്കി, ബട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ പിക്ചർ ഞാൻ എന്തായാലും വീഡിയോ ഇതാകുമ്പോൾ കാണിച്ചു തരും ഗൈസ്. നമ്മളെല്ലാവരും തന്നെ ഒരു ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞൊരിത്. ഈ 2 കിളി ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ 2 കിളി ഇരിക്കുന്ന കാണാൻ. ഗൈസ് അവിടുത്തെ ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അതിൻ്റെ മേലെ തന്നെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്, അതിൻ്റെ മേലെ കയറിയതാട്ടോ. അവിടെ കയറിയപ്പോൾ വലിയ മലയും നല്ല സീനറി ആട്ടോ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല രസമുണ്ട് മൊത്തമായിട്ട് കാണാൻ. മേഘമൊക്കെ അടഞ്ഞ് കിടക്കണേ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയായത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഗൈസ്. ഒരുപാട് തോണികളും പിന്നെ ഒരുപാട് പില്ലേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഉച്ചയായത് ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയപ്പോഴാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് ഈ മലകളും എല്ലാം നോക്കിയിരിക്കാൻ. പിന്നെ അതിനടുക്ക് നമ്മൾ താഴത്തുനിന്ന് കിളികൾ സൗണ്ട്, നമ്മളെ കാല് കണ്ടിട്ട് കിളി നമ്മളെ കൊത്താൻ വരാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു, അപ്പോൾ അത് കണ്ടാലോ? ഗൈസ് ഞാനിത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സോഫ ഗൈസ്, ഇവിടെ കല്ലുണ്ടാക്കി സോഫ ഉണ്ട് ഗൈസ്. ഇത് മുന്നോട്ടൊന്നും ഇവിടെ ഒന്നുമില്ല, ഒരു വെള്ളച്ചാട്ടം പോലത്തെ സംഭവം. എന്നോട് ഉപ്പച്ചൊക്കെ പറഞ്ഞത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കും. ഞാൻ വലിയ കാര്യത്തിന് പേടിച്ചൊക്കെ പോയി
ചമ്മിപ്പോയിട്ടോ. ചമ്മിപ്പോയി പറഞ്ഞാൽ ചമ്മിപ്പോയി ഗൈസ്. അവിടെ പോയപ്പോൾ മൊത്തം ചമ്മിപ്പോയി. വെറും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് കാടിനുള്ളിൽ പോകണ വല്ല വഴിയായിരിക്കും കണ്ടപ്പോൾ ഗൈസ്. ഇതൊരു സോഫയാണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സോഫ കേട്ടോ ഗൈസ്. അടിപൊളി സോഫനെ അവിടെ ഇരുന്നൊക്കെ നോക്കി ഗൈസ്. അത് ഗൈസ് കണ്ടോ, ഇതാണ് അവിടെ. അങ്ങനെ കുറച്ച് പിക്ചേഴ്സ്, നല്ല അടിപൊളി പിക്ചേഴ്സ് ഞാൻ എടുത്തിരുന്നുണ്ട്. അപ്പം അത് കണ്ടാലോ. അപ്പോൾ ഗൈസ് ഫോട്ടോസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.